ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാൻ സൗഗന്ധധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ തിരുസന്നിധാനം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോസഫ് ഇബ്രാഹിം ഈ അനുഗ്രഹിച്ച സ്നേഹം നിറഞ്ഞ സെക്രട്ടറി അച്ഛ, പ്രിയ ദേവിജനമേ, മുത്തൂരി സെന്റ് ജോർജ് ഇടവകയുടെ സംക്ഷിപ്ത ചരിത്രം. പാലാ വലിയ പള്ളിയുടെ കുരിശുപള്ളിയായി ആരംഭിച്ച് ഇടവക ദേവാലയമായി വളർച്ച പ്രാപിച്ചതാണ് നമ്മുടെ പള്ളി. ദേവാലയ രൂപത്തിലുള്ള കുരിശുപള്ളിയായി മാറിയത് 1867 വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏരിയാസത്തിന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിലായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ചാവർ പിതാവ് എത്തിച്ചേരുന്നതിന്റെ വർഷം മുമ്പ് തന്നെ ഇവിടെ ദേവാലയം ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് പണിത പള്ളി 1940 പുതുക്കി പണിയുണ്ടായിരുന്നു. പള്ളിയിലേക്ക് വാഹനത്തിൽ എത്തിച്ചേരുവാനുള്ള സൗകര്യത്തിനായി മക്കതല ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട സ്കറിയ മണ്ടൂരച്ചനും മുത്തോലി കുമ്പാനി റോഡിൽ നിന്ന് ഫാദർ ഇമ്മാനുവൽ തേവടിലച്ചനും വഴിവെട്ടുകയുണ്ടായിരുന്നു. പല കൊടുങ്ങൂർ റോഡിൽ നിന്ന് പള്ളിയിലേക്കുള്ള വഴികൾ നടകൾ കെട്ടിച്ച് മനോഹരമാക്കിയത് ഫാദർ ജോസഫ് നെരിമനത്തിലച്ചന്റെ കാലത്താണ്. പിന്നീട് പള്ളിത്താഴ് നിന്നും നേരിട്ട് പള്ളിയിലേക്ക് റോഡ് നിർമ്മാണം നടത്തിയത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ കാലത്താണ്. അച്ഛൻ തന്നെയാണ് പള്ളിമുറിക്ക് അനുബന്ധമായുള്ള കെട്ടിടം, സെമിത്തേരി പള്ളി, പള്ളിത്താഴിൽ നിന്ന് നേരിട്ട് പള്ളിയിലേക്ക് റോഡ്, കൊടിമരം, കൽക്കുരിശ്, കുരിശിന്റെ വഴി എന്നിവ നിർമ്മിച്ചത്. ബസ് പോലെയുള്ള വലിയ വാഹനങ്ങൾ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരുന്നതിനാൽ പള്ളി മുതൽ മുത്തോലി കുമ്പാനി റോഡ് വരെയുള്ള ഭാഗത്തിന്റെ വീതി കൂട്ടൽ 2024 ഡിസംബർ 19 ആരംഭിച്ച് 2025 ഡിസംബർ 24 പൂർത്തീകരിച്ചു. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സഹകരിച്ച എല്ലാ സുമനസ്സുകളെയും നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോഴുള്ള പള്ളിയുടെ നിർമ്മാണം നടത്തിയത് 1985 ഏപ്രിൽ 12 ബഹുമാനപ്പെട്ട കുര്യാക്കോസ് പാങ്ങോട്ടിലച്ചനും, അജപാലന മന്ദിരത്തിന്റെ നിർമ്മാണം നടത്തിയത്
2007 ഏപ്രിൽ 26 ബഹുമാനപ്പെട്ട കുര്യൻ വെള്ളരിങ്ങാണ്ട് അച്ഛനുമാണ്. രൂപതയിൽ തന്നെ ആദ്യ ഏഷ്യക്കാൾ സാധ്യതമാക്കിയത് 2022 നവംബർ 27 ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ കൊട്ടാരത്തിലച്ഛനാണ്. 1901 ബഹുമാനപ്പെട്ട ജോൺ പൊറ്റേണം വികാരിയായിരുന്ന കാലത്താണ് ഇപ്പോൾ 116 വർഷങ്ങൾ പൂർത്തിയായിട്ടുള്ള LP സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇടവേ നയിച്ച ബഹുമാനപ്പെട്ട വികാരിമാർ ഫാദർ വർക്കി പുളിക്കയിൽ, ഫാദർ ജോൺ പൊറ്റേണം, ഫാദർ തോമസ് കരക്കാട്ടിൽ, ഫാദർ ഐസക് കൊട്ടുകാപ്പള്ളി, ഫാദർ തോമസ് കുറഞ്ഞകല്ലിൽ, ഫാദർ തോമസ് പണ്ടഞ്ചേരിയിൽ, ഫാദർ ജോസഫ് കുന്നപ്പള്ളിൽ, ഫാദർ ജേക്കബ് തയ്യിൽ, ഫാദർ ജോസഫ് കിഴക്കേക്കര, ഫാദർ തോമസ് വടക്കേമുറിയിൽ, ഫാദർ മത്തായി കിഴക്കേക്കര, ഫാദർ തോമസ് കുന്നേൽ, ഫാദർ സ്കറിയ ബോത്തുങ്കൽ, ഫാദർ തോമസ് പറത്താനം, ഫാദർ ജേക്കബ് ബർത്തയിൽ, ഫാദർ ജോർജ് കിഴക്കേക്കുൽ, ഫാദർ മാത്യു കുഴിഞ്ഞാലിൽ, ഫാദർ തോമസ് പാറേമാക്കൽ, ഫാദർ മാത്യു മണ്ടുകുശിമ്പിൽ, ഫാദർ അബ്രാഹാം തെങ്ങത്തോട്ടത്തിൽ, ഫാദർ സ്കറിയ മണ്ണൂർ, ഫാദർ ജോൺ കടുക്കുന്നൽ, ഫാദർ ജോസഫ് തെരുവപ്പുഴ, ഫാദർ അബ്രാഹാം അലിയപറമ്പിൽ, ഫാദർ സബാസ്റ്റ്യൻ പനക്കിക്കുഴി, ഫാദർ ജേക്കബ് വെള്ളരിങ്ങാട്, ഫാദർ ജോസഫ് നരിമറ്റത്തിൽ, ഫാദർ എമ്മാനുവൽ തേവടിയിൽ, ഫാദർ എമ്മാനുവൽ മുത്തുമാക്കുഴി, ഫാദർ പോൾ മടത്തിക്കുന്നൽ, ഫാദർ ജോസഫ് പുതിയ, ഫാദർ കുര്യാക്കോസ് പാങ്ങോട്ടിൽ, ഫാദർ ജോസഫ് ഇടത്തമ്പറമ്പിൽ, ഫാദർ തോമസ് കരേക്കാട്ടിൽ, ഫാദർ തോമസ് പരിയിടം, ഫാദർ സബാസ്റ്റ്യൻ മണ്ണൂർ, ഫാദർ കുര്യൻ വെള്ളരിങ്ങാട്, ഫാദർ ജോസഫ് പുന്നപ്ലാക്കൽ, ഫാദർ ജോർജ് പള്ളിപ്പറമ്പിൽ, ഫാദർ ഇമ്മാനുവൽ കൊട്ടാരത്തിൽ. ഇവരെ നന്ദിയോടെ ഓർക്കുകയും മൺമറഞ്ഞു പോയവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവകയിൽ 13 കുടുംബ കൂട്ടായ്മകളിലായി 361 കുടുംബങ്ങളാണ് ഉള്ളത്. ഓരോ കുടുംബ കൂട്ടായ്മയും അവരുടെ മാസത്തെ ദേവാലയ സംബന്ധിയായ കാര്യങ്ങൾ, പ്രത്യേകമായി ഞായറാഴ്ചകളിലെ വചനവായനകൾ, ദേവാലയ പരിസരം വൃത്തിയാക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. തിരുവാൽ സഖ്യം, ചെറുപുഷ്പ മിഷൻ ലീഗ്, പിതൃവേദി, മാതൃവേദി, AKCC, SMIM, ലീജിയൻ ഓഫ് മേരി, ഫ്രാൻസിസ്കൻ അൽമായ സഭ, DCMS, ആശ്രമത്തിന് കീഴിലുള്ള വിൻസെന്റ് പോൾ, അൾത്താര സംഘം, ഗായക സംഘം എന്നീ സംഘടനകൾ ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഇടവകയിൽ നിന്നും 9 വൈദികരും 29 സന്യാസിനികളും 2 വൈദികാർത്ഥികളുമാണ് ഉള്ളത്. മുത്തൂരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അനുഗ്രഹത്തിന്റെ ദിനമാണ്. നമ്മുടെ പിതാവ് ഇന്നലെയും ഇന്നുമായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ ആനന്ദത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കാലഘട്ടത്തിന്റെ പ്രവാചക ശബ്ദമായി നിലകൊള്ളുന്ന ഒരു പിതാവാണ് നമ്മെ നയിക്കുന്നത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അഭിയന്തി പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കാരുണ്യ പ്രവൃത്തികൾ, പ്രത്യേകിച്ചും ഖോംബാല പ്രോജക്ട് വളരെയധികം മാതൃകാപരമാണ്. ഇതിനോടകം 1700 അധികം ഭവനങ്ങൾ നമ്മുടെ രൂപതയിൽ നിർമ്മിച്ചു കഴിഞ്ഞു. അതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത് രൂപതയുടെ തിലകക്കുറിയായി ചേർപ്പുകൾ മാർസലീവ മെഡിസിറ്റി നിലകൊള്ളുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് 3 കോളേജുകൾക്ക് ഓട്ടോണമസ് പദവി ലഭിക്കുകയുണ്ടായി. അതുപോലെ സമസ്ത മേഖലകളിലും അസൂയാവഹമായ പുരോഗതി കൈവരിക്കുവാൻ രൂപതയ്ക്ക് സാധിച്ചത് അഭിയന്തി പിതാവിന്റെ ശക്തമായ നേതൃത്വമാണ്. അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ്. അഭിമന്യ പിതാവിന്റെ ഒരു ശിഷ്യനാകുവാൻ കഴിഞ്ഞത് വലിയ ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു ആകസ്മികമായിട്ട് ബലപ്പെട്ട സാഹചര്യത്തില് നമ്മുടെ കുടുംബങ്ങളെല്ലാം വലിയ ദുഃഖാർത്ഥപരമായ ഒരു സാഹചര്യത്തില് അഭിമന്യ പിതാവിന്റെ വലിയ സ്വാതന്ത്ര്യപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾക്ക് വലിയ ഒരു ആശ്വാസകരമായിരുന്നു. 5 പുരോഹിത ശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ട ആ ഭരണാന്തര ശുശ്രൂഷകളെല്ലാം അഭിമന്യ പിതാവ് നൽകിയ ഒരു സന്ദേശം ഞങ്ങൾക്കെല്ലാം വലിയൊരു ആശ്വാസകരമായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ എല്ലാം കുടുംബത്തിന്റെ ജീവനാടിയായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിന്റെ വലിയ ആശ്വാസമായിരുന്നു. പിതാവിന്റെ വലിയ പ്രഭാഷണവും എല്ലാം ഞങ്ങൾക്ക് വലിയ കുടുംബങ്ങൾക്കെല്ലാം വലിയ ആശ്വാസം പകർന്നു എന്നുള്ളത് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സഹാരവീരായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇരിയാനിക്കലച്ചന് നമ്മുടെ ഇടവകയുടെ സന്താനം തന്നെയാണ്. MSRS കോൺഗ്രിഗേഷന് വേണ്ടി ടാൻസാനിയൻ മിഷൻ കീഴിൽ ഇപ്പോൾ അമേരിക്കയിൽ സേവനം ചെയ്യുന്നു. അച്ഛന്റെ ആ വലിയ സാന്നിധ്യം നമുക്ക് വലിയ ഒരു സന്തോഷകരമാണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ സന്ദർശിക്കുവാൻ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ
ഞങ്ങൾ സന്തോഷിക്കുകയും അങ്ങേക്ക് സ്വാഗതം പറയുകയും ചെയ്യുന്നു. അങ്ങയുടെ അധ്വാനം വിജയപ്രദമാകുന്നതിന് ഞങ്ങളുടെ പ്രാർത്ഥനയും സുഹൃത്ത് കൃത്യങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ പരമകാരുണികനായ ദൈവമേ, എളിയവനായ എന്നെ ഈ അഗ്രഹണത്തിന്റെ ഇടയനാക്കുവാൻ മനസ്സായെങ്കിൽ അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളും അവരോട് ബന്ധപ്പെട്ട് കഴിയുന്ന മറ്റെല്ലാ സഹോദരങ്ങളും അങ്ങയെ പിതാവായി സ്വീകരിക്കാനിടയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ സ്രഷ്ടാവും പരിപാലകനുമായ ദൈവമേ, മാമോദീസ വഴി അങ്ങയുടെ മക്കളും സ്വർഗ്ഗത്തിനവകാശികളുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുക്കുമാരന്റെ ദിവ്യരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളെല്ലാവരും ഒരു കുടുംബത്തിലെ ഞങ്ങളെ പോലെ ഒരേ ശ്വാസം ഏറ്റുപറഞ്ഞും ഒരേ ഉദാശകൾ സ്വീകരിച്ചും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നു വരുവാനിടയാക്കണമേ. കരകങ്ങളും ഭിന്നതകളും അവസാനിപ്പിച്ച് ഈ ഇടവകയിൽ അങ്ങയുടെ സമാധാനവും സ്നേഹവും ചൊരിയണമേ. മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ ഭാര്യാഭർത്താക്കന്മാരെ സഹായിക്കണമേ. സേവനസന്നദ്ധരായ യുവതീവാക്കന്മാരെ ദിവ്യചൈതന്യത്താൽ നിറയ്ക്കണമേ. ബാലികാബാലന്മാർ നിർമ്മലരായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ. ആത്മീയമോ ശാരീരികവുമായ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് സൗഖ്യം നൽകണമേ. ആസന്ന മരണർക്ക് ആശ്വാസവും മരണമടഞ്ഞവർക്ക് പ്രത്യാനന്ദവും പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, അങ്ങയുടെ തൃത്വത്തിന്റെ മഹനീയമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അപേക്ഷയും മാറിയന്റെയും വിശുദ്ധ ശ്രീകന്മാരുടെയും മാർഗീവർഗീസിന്റെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്രീകാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും ചാവറ പുണ്യവാന്റെയും മറ്റു സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവമായ അങ്ങേക്ക് മഹത്വവും മലഹമാർക്ക് വണക്കവും സത്താനയും ശ്രീവായ്ക്ക് വന്ദനവും തിരുസഭയ്ക്ക് വളർച്ചയും മരിച്ചവർക്ക് ഉയർപ്പും അനുതാപികൾക്ക് പൊറുതിയും തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ. പാപികളും വിലങ്ങിയതുമായ ഞങ്ങൾക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം ലഭിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം.
പരിശുദ്ധരൂഹായ്ക്കും സ്തുതിയും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹ ഫലമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സ്വരത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവിന്റെ വദാനങ്ങൾ കീർത്തിപ്പിൻ പുതുഗാനത്താൽ വട്ടിപ്പാടി നമിക്കട്ടെ പ്രാർത്ഥനമെല്ലാം ഉടയവനേ. ഉദ്ഘോഷിക്കുന്ന ആകാശം ജനതകളെല്ലാം കർത്താവിൻ ദിവ്യമഹത്വം ദർശിപ്പും. ജനതകൾ മധ്യേ വെളിവാക്കി ദൈവിക രക്ഷാപദ്ധതികൾ ഭൂതലമഖിലം ദർശിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. Shakti
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. Urubhadu Visa
എൻ്റെ സഹോദരനെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന. കർത്താവെ ആശ്രയിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. 29-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബ് കാൽനടയായി പൗരസ്ത്യദേശത്തേക്ക് സഞ്ചരിച്ചു. അവൻ നോക്കിയപ്പോൾ ഇതാ വയലിൽ ഒരു കിണർ. അവിടെ അതിനു മുന്നിലായി 3 ആട്ടിൻപറ്റങ്ങൾ കിടങ്ങുന്നുണ്ടായിരുന്നു. കാരണം ആ കിണറ്റിൽ നിന്നാണ് അവർ ആടുകളെ കുടിപ്പിച്ചിരുന്നത്. കിണറിൻ്റെ വായ്ക്കല്ല് വലുതായിരുന്നു. അവർ ആട്ടിൻപറ്റങ്ങളെയെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് കല്ല് കിണറിൻ്റെ മുകളിൽ യഥാസ്ഥാനം തിരികെ വെക്കുകയും ചെയ്തിരുന്നു. യാക്കോബ് അവരോട് ചോദിച്ചു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾക്ക് ഹാരാനിൽ നിന്നാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിൻ്റെ മകൻ ലാബാനെ അറിയുമോ? അറിയും എന്ന് അവർ പറഞ്ഞു. അവന് ക്ഷേമമാണോ? അവൻ ചോദിച്ചു. ക്ഷേമം തന്നെ, അവർ പറഞ്ഞു. ഇതാ അവൻ്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു. അവൻ പറഞ്ഞു, പകൽ ഇനിയും ഏറെയുണ്ടല്ലോ. ആടുകളെ ഒരുമിച്ച് കൂട്ടുവാനുള്ള നേരം ആയിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ പോയി അവയെ മേയിക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ആട്ടിൻപറ്റങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുകയും കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടിമാറ്റുകയും ചെയ്തിട്ടേ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു. എന്തെന്നാൽ അവൾ ഇളയ സ്ത്രീ ആയിരുന്നു. തൻ്റെ മാതുലൻ ലാബാന്റെ മകൾ റാഹേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തിരുന്നു കിണറിൻ്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റുകയും ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. പിന്നീട് യാക്കോബ് റാഹേലിനെ ചുംബിക്കുകയും ഉച്ചസ്വരത്തിൽ കരയുകയും ചെയ്തു. താൻ അവളുടെ പിതാവിൻ്റെ ബന്ധുവും റെബേക്കയുടെ മകനുമാണെന്ന് യാക്കോബ് റാഹേലിനെ അറിയിച്ചു. അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരം അറിയിച്ചു. തൻ്റെ സഹോദരപുത്രനായ യാക്കോബിൻ്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ എതിരേൽക്കാൻ ഓടിയെത്തി. അവൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ സംഭവങ്ങളെല്ലാം ലാബാനോട് വിവരിച്ചു. ലാബാൻ അവനോട് പറഞ്ഞു, എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണല്ലോ നീ. 1 മാസക്കാലം അവൻ അവൻ്റെ കൂടെ പാർത്തു. രണ്ടാം വായന. രാജാക്കന്മാരുടെ 2 പുസ്തകത്തിലുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, അവ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേലിയർക്ക് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അവർ സമരിയ സ്വന്തമാക്കി അതിൻ്റെ നഗരങ്ങളിൽ വസിച്ചു. അവിടെ വാസം ആരംഭിച്ചപ്പോൾ അവർ കർത്താവിനെ ഭയപ്പെട്ടിരുന്നില്ല. അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു. അവ അവരുടെ ഇടയിൽ കൊലയാളികളായി. അവർ സമരിയ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു, ദേശത്തെ ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങൾ അങ്ങ് നാട് കടത്തിക്കൊണ്ടുപോയ ജനതകൾക്കും ഇസ്രായേലിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചവർക്കും അറിവില്ലാത്തതിനാൽ അങ്ങ് സിംഹങ്ങളെ അവരുടെ ഇടയിലേക്ക് അയച്ചു. ദേശത്തെ ദൈവത്തിന്റെ ന്യായ പ്രമാണം അറിയുന്നവരായി അവരിൽ ആരുമില്ലാതിരുന്നതിനാൽ ഇതാ അവ അവരുടെ ഘാതകരായി തീർന്നു. അസീറിയ രാജാവ് ഇപ്രകാരം കൽപ്പിച്ചു, അവിടെ നിന്ന് നിങ്ങൾ നാട് കടത്തിക്കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുവനെ അവിടേക്ക് എത്തിക്കുക. അവൻ പോയി അവിടെ താമസിച്ച് അവരെ ദേശത്തിന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങൾ പഠിപ്പിക്കട്ടെ. സമരിയായിൽ നിന്ന് അവർ നാട് കടത്തിക്കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുവൻ ബഥേലിൽ ചെന്ന് താമസിച്ച് എപ്രകാരം
കർത്താവിനെ ഭയപ്പെടണമെന്ന് അവരെ പഠിപ്പിച്ചു. പ്രകീർത്തനം ആലപിക്കാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. ദൈവിക നഗരത്തിൽ നേരിൽ കണ്ടല്ലോ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുനയനാദം നിർമ്മലമാകുമരു നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ പരമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവൃത്തികളിൽ നിന്ന് തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്ഥാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പരിനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറക്കുകയും ചെയ്തു. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. യോഹന്നാൻ ശിഷ്യപ്പെടുത്തുന്നതിലും അധികം ആളുകളെ ഈശോ ശിഷ്യപ്പെടുത്തുകയും ജ്ഞാനസ്നാനം നടത്തുകയും ചെയ്യുന്നു എന്ന് പരീക്ഷ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ഈശോയല്ല, അവിടുത്തെ ശിഷ്യരാണ് സ്നാനം നൽകിയിരുന്നത്.
അപ്പോൾ അവിടുന്ന് യൂദയ വിട്ട് വീണ്ടും ഗലീലിയയിലേക്ക് പോയി. അവിടത്തേക്ക് സമറിയയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഈശോ സമറിയയിലെ സിക്കാർ എന്ന പട്ടണത്തിലെത്തി. യാക്കോബ് തൻ്റെ മകൻ യോസേഫിന് നൽകിയ വയലിന് സമീപമായിരുന്നു ഈ പട്ടണം. അവിടെ യാക്കോബിൻ്റെ ഒരു കിണർ ഉണ്ടായിരുന്നു. വഴി നടന്ന് ക്ഷീണിച്ച് ഈശോ കിണറ്റിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. ആ സമയത്ത് ഒരു ശമറായ സ്ത്രീ വെള്ളം കോരാൻ അവിടെ വന്നു. ഈശോ അവളോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ തരിക. അവിടുത്തെ ശിഷ്യർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായി പട്ടണത്തിൽ പോയിരിക്കുകയായിരുന്നു. ആ ശമറായ സ്ത്രീ അവിടുത്തോട് ചോദിച്ചു, ഒരു യൂദനായ താങ്കൾ സമറിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത്? യൂദരും സമറിയക്കാരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലല്ലോ. ഈശോ അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് പറയുന്നത് ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ അയാളോട് നീ ചോദിക്കുകയും അയാൾ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ അവിടുത്തോട് പറഞ്ഞു, പ്രഭു, വെള്ളം കോരാൻ അങ്ങേക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ എവിടെ നിന്ന് അങ്ങേക്ക് ഈ ജീവജലം കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ അങ്ങ്? അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും കന്നുകാലികളും ഇതിൽ നിന്നാണ് കുടിച്ചിരുന്നത്. ഈശോയോട് അരുളി ചെയ്തു, ഈ ജലം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന നീരുറവയായിരിക്കും. ആ സ്ത്രീ അവിടുത്തോട് പറഞ്ഞു, പ്രഭോ, എനിക്കും ദാഹിക്കാതിരിക്കുന്നതിനും വീണ്ടും വെള്ളം കോരാൻ ഇവിടെ വരാതിരിക്കുന്നതിനുമായി ആ ജലം എനിക്ക് നൽകിയാലും. അവിടുന്ന് അവളോട് അരുളി ചെയ്തു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഈശോ അവളോട് അരുളി ചെയ്തു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. കാരണം നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനാകട്ടെ നിന്റെ ഭർത്താവല്ല. നീ സത്യം പറഞ്ഞിരിക്കുന്നു. ആ സ്ത്രീ അവിടുത്തോട് പറഞ്ഞു, പ്രഭു, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പൂർവികർ ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ ആരാധന നടത്തേണ്ട സ്ഥലം ജെറൂസലമാണെന്ന് നിങ്ങൾ പറയുന്നു. ഈശോയോട് പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. പിതാവിനെ നിങ്ങൾ ആരാധിക്കുന്നത് ഈ മലയിലോ ജെറൂസലേമിലോ അല്ലാത്ത സമയം അടുത്തു വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യൂദന്മാരിൽ നിന്നാണല്ലോ. എന്നാൽ യഥാർത്ഥ ആരാധകർ പിതാവിനെ അരൂപിയിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം അടുത്തു വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെ ആകുന്നു. തന്നെ ആരാധിക്കുന്ന ഇവരെ പോലെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം അരൂപിയാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ അരൂപിയിലും സത്യത്തിലും ആരാധിക്കണം. സ്നേഹനിധിയായ വിചാരിച്ച മറ്റു പ്രിയപ്പെട്ട അച്ഛന്മാരെ, സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, ഏറ്റവും മത്സര്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമ്മുടെ തോലി ഗീവർഗീസ് ഇടവകയിലെ പള്ളിയിൽ ഈ 2 ദിവസങ്ങളിലെ വിശീട്ട നടത്തുകയാണ്. ഇന്നലെയും ധാരാളം പേര് കമ്മിറ്റിക്കാർ എല്ലാവരും സന്ധ്യയിൽ ഇവിടെ എത്തുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും 10-20 അംഗങ്ങൾ സംസാരിക്കുകയും
ഈ ഇടവകയുടെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുകയും ഒക്കെ ചെയ്തു. പ്രിയോലക്ഷനും ആ ചർച്ചകളിലെല്ലാം പങ്കെടുത്തിരുന്നു. മഠത്തിലെ മദറും ഇന്ന് ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് നമ്മുടെ ഇവിടെ ഒന്നിക്കുകയാണ്. സാധ്യമായ എല്ലാവരും ഈ പള്ളിക്കകത്തും പുറത്തുമായിട്ടുണ്ട്. ആലിമൽ സഭയുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസ വഴിയായിരുന്നു വൺ ആൾട്ടർ, വൺ ബിഷപ്പ്, വൺ യൂക്കരിസ്റ്റ്, വൺ കമ്മ്യൂണിറ്റി. ഒരു അൾത്താര, ഒരു മെത്രാൻ, ഒരു കുർബാന, ഒരു സമൂഹം. ഇതായിരുന്നു പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ശൈലി. മേലധ്യക്ഷൻ കുർബാന അർപ്പിക്കാനായിട്ട് ഒരു ദേശത്ത് വരുമ്പോൾ അവിടെ ഉള്ള ആളുകളെല്ലാം മറ്റ് വൈദികരും രാജാക്കന്മാരും അന്ന് ഇടവകകൾ കൃത്യമായിട്ട് തിരിച്ചിട്ടുള്ള കാലഘട്ടമല്ല. ആ കുർബാനയിൽ വന്ന് പങ്കെടുക്കുക, അങ്ങനെ സത്യസഭയുടെ കത്തോലിക്കാ സഭയുടെ ചൈതന്യം ഇതാണ് എന്ന് അറിയിക്കുക എന്നതായിരുന്നു അത്തരം വിശുദ്ധകൾ. ശേഷം നാലാമധ്യായം നമുക്ക് ഏവർക്കും സുപരിചിതമായ പാഠമാണ്, ചരിത്രമാണ്, കഥയാണ്. സമരക്കാരി സ്ത്രീയും ഈശോയും തമ്മിലുള്ള വർത്തമാനം പറച്ചു. ഞാനതിൻ്റെ ഒന്ന് രണ്ട് മേഖലകളിൽ കിടക്കുന്ന കുഞ്ഞ് ചിന്തകൾ പറയുക മാത്രമാണ്. ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കാര്യം ഈശോ ആ സ്ത്രീയോട് പറഞ്ഞ കാര്യമാണ്. ഗിവ് മീ എ ഡ്രിങ്ക്, എനിക്കൊന്ന് കുടിക്കാൻ തരിക. ഗിവ് മീ എ ഡ്രിങ്ക്. ഈശോ യാത്ര ചെയ്ത് ക്ഷീണിച്ച് കിണറ്റിൻകരയിൽ നട്ടുച്ചയ്ക്ക് സാധാരണ ആരും പുറത്തിറങ്ങാത്ത സമയത്ത്, അതും ഇവർക്ക് യഹൂദന്മാർക്ക് കടന്നു പോകാൻ അവകാശമില്ലാതിരുന്ന സമറിയായിൽ കൂടെ കിണറ്റിൻ്റെ കരയിൽ പോയിരിക്കുകയാണ്. എല്ലാം അപ്രതീക്ഷിതമായ കാര്യമാണ്. പക്ഷേ അവിടെ സുവിശേഷൻ ഒരു കാര്യം ഊന്നി പറയുന്നുണ്ട്. അവന് സമറിയായിൽ കൂടെ കടന്നു പോകേണ്ടിയിരുന്നു. കാരണം ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈ സ്ത്രീ ആ കിണറ്റിൽ വെള്ളം കോരാൻ വരുമായിരുന്നു എന്ന്. ദൈവിക പദ്ധതിയിൽ കർത്താവിനെ എല്ലാം മികവുറ്റ രീതിയിൽ അറിയാം. അങ്ങനെ കിണറ്റിൻകരയിൽ വെച്ച് കണ്ട് കുട്ടിയെപ്പോൾ ഈശോ പറഞ്ഞ കാര്യമാണ് ഗിവ് മീ എ ഡ്രിങ്ക്. ഈ അരിച്ചനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, നന്ദി പറയുന്നു. നല്ല സമർത്ഥനായ ഒരു അരിച്ചനാണ്. പഠിക്കുന്ന കാലം മുതലെല്ലാം കൃത്യമായിട്ട് പഠിക്കുകയും ഒരു തർക്കത്തിലേക്കും പോകാണ്ട് വേദപുസ്തകവും ദൈവശാസ്ത്രവും വായിച്ച് പഠിച്ച് അതിൽ നിന്നൊരു ആത്മീയത രൂപപ്പെടുത്തുന്ന ശമാശനായിട്ട് എനിക്കതും തോന്നിയിരുന്നു. ദൈവവചനമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ളത്. ദൈവാരാധനയാണ് അദ്ദേഹത്തിൻ്റെ ശിരകളിൽ ഓടുന്ന രക്തം. അങ്ങനെ നല്ല മിഴിവോടുകൂടി ആത്മീയതയോടുകൂടി എല്ലാവരെയും പരിഗണനയിലെടുത്തുകൊണ്ട് തീരുമാനങ്ങളെടുക്കാനും പ്രാർത്ഥിക്കാനും വികസന പ്രവർത്തനങ്ങളിലേക്ക് വരാനും എല്ലാം സാധിക്കുന്നത് അച്ഛൻ്റെ ആത്മീയതയാണ്. നല്ല പുരാതനമായ ഒരു കുടുംബത്തിൽ പറഞ്ഞയാളാണ്. ആ മഹിമയും മഹത്വവുമെല്ലാം അച്ഛൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴുമുണ്ട്. ഇവിടുത്തെ കുറിച്ച് ഞാൻ നിലയിൽ നിന്നും സൂചിപ്പിച്ചു. നമുക്ക് വലിയ കാരുണ്യം ലഭിക്കുന്ന ഇടങ്ങളാണത്. മനുഷ്യരെക്കുറിച്ച് പറയാനുണ്ടല്ലോ, മനുഷ്യൻ ഒറ്റച്ചിറകുള്ള ആത്മാവാണ്. മനുഷ്യൻ ഒറ്റച്ചിറകുള്ള ആത്മാവാണ്. ഒറ്റച്ചിറക് കൊണ്ട് നമുക്ക് പറക്കാൻ സാധ്യമല്ല. പറക്കണമെങ്കിൽ നമുക്കൊരു ചിറക് കൂടെ വേണം. ആ ചിറകാണ് നമുക്കിവിടെയുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം. നമ്മുടെ പവേന്ദ്രകൾ, നമ്മുടെ മഠം, ഇവിടുത്തെ കുടുംബങ്ങൾ, ഇതെല്ലാം ഈ രണ്ടാമത്തെ
ചിറകാണ്. അങ്ങനെ ഇരു ചിറകുകളോടുകൂടി ജീവിക്കാനായിട്ട് ഈ അരിശനും മറ്റുള്ളവർക്കും കഴിയണം. ശബര പുണ്യവാന്റെ ആ ഒരു വലിയ ആത്മീയ വിശുദ്ധി, നവോത്ഥാന നായകനെന്നുള്ള ആ ഒരു വലിയ കീർത്തി, അദ്ദേഹത്തിൻ്റെ ശ്രീയാനി പാണ്ഡിത്യം, നേതൃത്വ ആടവും ഇതര മതസ്ഥരോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ തുറവി, ദളിതർക്കും സാധാരണക്കാരായ സ്ത്രീകൾക്കും മറ്റുള്ളവർക്കൊപ്പം സ്കൂളിൽ വന്ന് പഠിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും സംസ്കൃതം പഠിക്കാനും എല്ലാം അദ്ദേഹം തുറന്നു കൊടുത്ത വഴികൾ, അതൊന്നും ഭാരതത്തിൽ തന്നെയും മറ്റാരും ആ കാലഘട്ടങ്ങളിൽ ചെയ്യാത്ത കാര്യമാണ്. നിന്നെ ഏറ്റു പറയാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കാൻ യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച മിശിഹായെ നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോർദാനിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ശരീരത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ നിന്നോട് വെച്ച വിശ്വാസത്തിൽ വളരുവാനും സത്പ്രവർത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്താനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സർവ്വമണ്ഡലീയ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫായേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപതീക്ഷനായ മാർ തോമാ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ പിതാവിരൂപതീക്ഷനുമായ മാർ യോസേഫ് മെത്രാനെ, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ, നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ റൂഹായുടെ വരദാനങ്ങളാൽ നിറഞ്ഞ് മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കാനും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ സ്തുതിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനെ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. സ്വഭാവത്തിൽ അംഗമായുണ്ടായിരിക്കുന്ന പരിശുദ്ധ രൂപയുടെ പ്രവർത്തനം യഥാർത്ഥ ഓരോരുത്തരുടെ പദവികൾ നൽകപ്പെടുന്നു. ശ്വാസങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് വിശുദ്ധമായ ശുഭാശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ വിചാരം നൽകിയതിനുമായി ഞങ്ങളെ കരുണയാഗ്രഹത്താരംഗയോഗ്യരാക്കി. കർത്താവേ, ഞങ്ങളുടെ പാവങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളോട് വർഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുന്നവരാകട്ടെ. എല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ധോചനം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. ജീവന്റെ അടയാളത്താൽ ഉദ്ധിതരാകുകയും ചെയ്തവർ ഭക്തരും ശ്രദ്ധയോടും കൂടെ നിശ്ചരഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Alma
മാറിയോ സെപ്പിനെയും സാദരമൂർത്തിയില അവനം ഈ ജലിയിൽ മർത്തോമായെയും നിഴൽ സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിയ വലിയവരൊപ്പം തത്വശിക്കുന്നു എല്ലാരും നിൻ മഹിരോ ആനത്തിൽ ശരണം തേടുന്നു ഉദ്ധിര ആയിടുവാൻ സുരക്ഷിതമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്നെ ശുദ്ധനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. എല്ലാ പ്രവാചകന്മാരെയും സ്ത്രീഹന്മാരെയും രക്തസാക്ഷികളെയും വന്ദകരെയും ഓർമ്മിക്കുവിൻ. മരിച്ചവരുടെ ഉയർപ്പിൽ അവരെ മുടിച്ചുപിടിക്കുന്ന ദൈവം അവരോടുകൂടെ നമുക്കും പ്രത്യാശയും പങ്കാളിത്തവും ജീവനും സ്വർഗരാജ്യത്തിൽ അവകാശവും നൽകട്ടെ. ഈ കുർബാന സംപ്രീതിയോടെ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശദീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സദൃശ്യവും അവിടുത്തെ ശുഭാസനമായ ഈ ബലിപീഠത്തെയും പാപമോചകമായ തിരിച്ചരികളെയും പരിമള പൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു.
ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ശംശായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, സത്യഭാവമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. നിർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവിടുത്തെ പീഡാനുഭവം സ്മരിക്കുകയും ഉദ്ധാരണത്തെ പറ്റി ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രിയപുത്രൻ മർത്യമായ ശരീരവും അമർത്യവും ദൈർഘ്യവുമായ ആത്മാവും സ്വീകരിച്ച മനുഷ്യനായി അവിടുന്ന് തന്റെ ജീവദായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്ന് അകറ്റി സത്യത്തിന്റെ അറിവിലേക്ക് നയിച്ചു. മനുഷ്യവംശത്തിന്റെ ആദ്യഫലമായ അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തന്റെ പരിത്രാണത്തിൽ സഹിച്ച് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ഈ കൃപ നാം അനുസ്മരിക്കാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി. ഭിന്നതലങ്ങൾ പഠിക്കുക, നമ്മുടെ മനസ്സാക്ഷി സ്വീകരിക്കുക. നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ദുഷ്ടനിൽ നിന്നും മർത്യകുലത്തിനു മോചനമേകിയ നാഥനെ വാഴ്ത്താം. തന്നോട് കൃപയാൽ നാഥൻ തൻ തിരുനിഴഗാത്രങ്ങൾ നമ്മൾക്കേകി.
കൊതിയോട് ഞാനിതാ നിന്റെ മുൻപിലാ ആത്മീയമാകുന്ന സ്നേഹബോധ്യമാ ഹൃദയത്തിൻ കോവിലിൽ വാഴേണമേ. ആത്മീയമോചനം ദിവ്യകാരുണ്യമായി അണയുന്ന സ്നേഹമായി ഇതിൽ പങ്കെടുക്കുന്നത് വലിയ തിരക്കുകളുണ്ടായിട്ടും നമ്മളുള്ള വലിയ സ്നേഹത്തെ പ്രതി ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. മുത്തോലി ഇടവയെക്കുറിച്ചുള്ള വാങ്ങളെക്കുറിച്ച് പിതാവിന് വലിയ മതിപ്പാണ്. പല അവസരങ്ങളിൽ സംസാരിക്കുന്നതിലുമ്പോഴെല്ലാം വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഇടവയെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അഭിനന്ദ പിതാവിൻ്റെ വലിയ സ്നേഹത്തിനും ഇവിടെയുള്ള മഹനീയ സാന്നിധ്യത്തിനും ഇടകൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട സെക്രട്ടേറിയറ്റിന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു.
അതോടൊപ്പം അഭിനന്ദ പിതാവിൻ്റെ ഭവനത്തിൽ നിയന്ത്രിക്കുന്ന ബിജുവിൻ്റെയും സാന്നിധ്യമുണ്ട്. അവരവരെ ഇടവക്കാരാണ്. ഞാൻ അവർക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. ഏതാണ്ട് 8 മാസത്തോളമായിട്ട് ഈ നല്ല ദിവസത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയായിരുന്നു. ഈ ഒരുക്കത്തിൽ സഹായിച്ച മുഖങ്ങൾ നിരവധിയാണ്. പ്രത്യേകിച്ച് കൈക്കാരന്മാര ശ്രീ ബേബി ഐക്യര, ശ്രീ റോബി ഞാറ്റുകാലക്കുന്തൻ, പ്രത്യേക കമ്മിറ്റി അംഗങ്ങളായ ശ്രീ സാബുഡി മാത്യു തൊടുകയിൽ, ശ്രീ തോമസ് കുട്ടി പൊയ്ക്കൽ, ശ്രീ ബേബി എടുത്തുമലയിൽ, നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഹെഡ്മാസ്റ്റർ ശ്രീ ജോജോസ എന്നിവരെ നന്ദിയോടെ ഓർക്കുകയാണ്. മറ്റ് വിശ്വാസ പരിശീലകര്, യോഗ പ്രതിനിധികൾ, കൂട്ടായ്മ ഭാരവാഹികൾ, സംഘടനാ ഭാരവാഹികൾ വലുതായിട്ടുള്ള പങ്ക് വഹിച്ചു. അതുപോലെ ഗായക സംഘം, താര ശുശ്രൂഷ, ദേവാലയ ശുശ്രൂഷി തോണിച്ചേട്ടന്, അതുപോലെ ബഹുമാനപ്പെട്ട മദറിൻ്റെ നേതൃത്വത്തിലുള്ള സിസ്റ്റേഴ്സിൻ്റെ വലിയ ശക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മ ദേവാലയം മനോഹരമാക്കുന്നതിനായിട്ട് സഹായിച്ചു. അതുപോലെ മരിയ ഡെക്കറേഷൻസ്, തൃപ്തി കേറ്ററിങ്, അതുപോലെ സൗണ്ടും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്ത മത്തായിയും കുര്യാച്ചനും, അതുപോലെ ദേവാലയം ഇന്ന് രാവിലെ വരെ വൃത്തിയാക്കുവാനായിട്ട് നമ്മെ സൈക്കിലോ ചേച്ചിയും എലിക്കുടി ചേച്ചിയും, അതുപോലെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സഹായിച്ച എല്ലാവരും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പരിശുദ്ധ ശേഷം ഉടനെ തന്നെ സെമിത്തേരി സന്ദർശനമാണ്. അതിനെക്കുറിച്ചിട്ട് പിന്നാലെ 2 ലൈനായിട്ട് പ്രാർത്ഥനാപൂർവ്വം ഇവിടെ ദേവാലയ പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം വിശ്വാസികൾ മുന്നോട്ട് നീങ്ങുക. നമ്മുടെ സെമിത്തേരി തിരികൾ കത്തിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബക്കല്ലർ എവിടെയായിരിക്കുന്നോ കുടുംബക്കല്ലറുടെ ചുറ്റുമായിട്ട് പ്രാർത്ഥനാപൂർവ്വം നിലകൊള്ളുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പവും പോത്തുകറിയുമാണ്. നിങ്ങളത് ആസ്വദിച്ച് അത് കഴിക്കണം. അതിനുശേഷം സമയം കളയാതെ എത്രയും പെട്ടെന്ന് പ്രധാന ഹാളിലേക്ക് പ്രവേശിച്ച് പൊതുയോഗത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. കഴിഞ്ഞ സ്വതന്ത്ര കാഴ്ച വരെ 14,905 രൂപ സമാപന പ്രാർത്ഥനക്കായി എഴുന്നേറ്റ് നിൽക്കണം. രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തി ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായേ, മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്തു. ദിവ്യപങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി ജീവിതത്തിലേക്ക് ആനയിക്കുന്നതിന്റെ അന്ധകാരണത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം നിത്യസമാരാധ്യൻ യോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി. പവന രക്തശരീരത്താൽ മാനവപാപം നീക്കി മുതാ ദത്തവകാശം നൽകിയവൻ നിങ്ങൾക്കാശിഷേകട്ടെ. നരരെ ദൈവിക സുതരാക്കി സത്യത്തിൻ പരിപൂർണതയിൽ
കാത്തു നയിക്കും റുഹാരൻ ശക്തിയും അൻപും ചെടിയട്ടെ. ജീവനും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളെ മരണവിധേയരാക്കുകയും അക്ഷയമായ ജീവൻ നൽകി ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കുകയും ചെയ്യുന്നു. മരണത്തിന്റെയും ജീവന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവ്വേശ്വരായ എന്നേക്കും. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അപേക്ഷ അങ്ങയെ പക്കലെത്തട്ടെ. എന്റെ ക്ലേശകാലത്തെ മുഖം മറക്കരുതേ, ഞാൻ അങ്ങയെ വിളിക്കുമ്പോൾ എന്നെ ചെവിക്കൊള്ളണമേ. എന്റെ ജീവിതം നിഴൽ പോലെ മാഞ്ഞു പോകുന്നു, പുല്ലുപോലെ ഞാൻ പാടിപ്പോകുന്നു. എന്നാൽ കർത്താവേ, എല്ലാ തലമുറയും അങ്ങയെ അനുസ്മരിക്കും. അത്യുന്നതമായ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ കടാക്ഷിച്ചു. തടവുകാരുടെ നിലവിളി കേൾക്കുകയും മരണത്തിൽ വിധിക്കപ്പെട്ടവരെയെല്ലാം അവിടുന്ന് മോചിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുടയും ചെയ്യട്ടെ. മഹനീയമായ അങ്ങേ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥാപിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവ്വേശ്വരായ എന്നേക്കും. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ പൊതുകുടുംബമായ ഇടവകയിൽ നിന്ന് ശാരീരികമായി വേർപെട്ടു പോയിട്ടുള്ള എല്ലാവരെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഈ ദേശത്ത് അധിവസിക്കുകയും അധ്വാനിക്കുകയും ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ശേഷം മൺമറഞ്ഞു പോയി ഞങ്ങളുടെ പിതാമഹന്മാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വൈദികർ, കന്യാസ്ത്രീകൾ, അധ്യാപകർ, ഉപകാരികൾ മുതലായവരെയും നീതിമാന്മാർക്കായി അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗീയ പ്രകാശത്തിലേക്ക് അനയിക്കണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ. ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന ആശ്വാസവചനങ്ങൾ അവസാന ദിവസം ശ്രമിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമേ. മരണത്തിൻ്റെയും ജീവന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവ്വേശ്വരാ എന്നേക്കും. കമ്പൽ മാറാൻ കുർബാന ലേൽ ബശ്മയാ തുകാരോ ഔദാ ബൈമാനൂസാ ബ്രഹ്മാദകിയ കമ്പൽ മാറാൻ ആൻ കുർബാന ലേർബസ്മയ്യ ദകാരെ ബവദാ ബഹൈമാനുസാ ബലംബാദഹയാ അബു ഖുർബാനേ ദഹാസ കേനഗബയ നോഹബരാഗ ഇശഹഖ്യാകോ ഓ യൗസേഫ് ദകിയ
ബഹൈമാനുസാ ബലബാദ ഹയാ അഹു ഖുർബാനേ ദുഃഖാരെ ഉശ്രീഹേ ബഗാബിലിസ നെയോൾ ക്രാമായി ഓ നെഹബേബ് കബരാ ലുബേസ് മൽകൂസ കമ്പൽ മാറാൻ ഹാൻ കുർബാന ലേൽബാസ്മയ്യ തകാരെ വബദാ ബഹൈമാനുസാ ലംബാദ ഹയാ തുടർന്ന് നമ്മുടെ ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങി മരക്കുരിശിന് പിന്നാലെ 2 ലൈനായിട്ട് സുഹൃത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നീങ്ങുന്നു. വിറയ്ക്കുമ്പോൾ കതിരുകൾ മാങ്ങടിയും കരികൾ തിങ്ങിക്കളങ്ങുയരും വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിന്നലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമേടാത്തോരവികലമോദം നുകരാൻ വരെ മഹിമാവൊഴുകും മണവറൈകൾ ചേർക്കണമീശോ. അന്ത്യമേടാത്തോരവികലമോദം തുകരാൻ വരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിൻബലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമേടാത്തോരവികലമോദം
നുകരാതരെ മഹിമാവൊഴുകും മണവറയിൽ ചേർക്കണമീശോ. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ല. അന്ത്യമിഴാത്തോരവിരമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കിൽ ചേർക്കണമീശോ. എന്നോട് കരുണ തോന്നണമേ. ദയാപൂർവ്വന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. തുടർന്ന് മാറ്റുകയും ചെയ്യണമേ. പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങേ സന്നിധിയിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. നീക്കിയിട്ടമാകുന്നു, അങ്ങേ വിധികൾ വിജയിക്കുകയും ചെയ്യും. ഞാൻ പാപത്തോടുകൂടെ ജനിച്ചിരിക്കുന്നു, എന്റെ അനുഭവം തന്നെ തിന്മയിലാകുന്നു. സത്യവാനാണല്ലോ, അങ്ങേ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെയും പഠിപ്പിക്കണമേ. വിശുദ്ധ ജനത്തിൽ കൊണ്ട് എന്നെ തളിക്കണമേ, ഞാൻ ശുദ്ധിയുള്ളവനാകട്ടെ. അതിനെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകട്ടെ. അങ്ങേ സന്തോഷം എനിക്ക് നൽകണമേ, ഞാൻ അതിൽ ആനന്ദം കൊള്ളട്ടെ. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമേ, എന്റെ അപരാധങ്ങൾ മായ്ച്ചു കളയണമേ. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, എന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. അങ്ങേ പരിശുദ്ധ റൂഹായെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങേ സഹായത്തിന് ഞാൻ വീണ്ടും അർഹനാകട്ടെ, അങ്ങേ ചൈതന്യമെന്നെ താങ്ങി നിർത്തട്ടെ. ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും, ഭാവികൾ അങ്ങേ പക്കലേക്ക് പിന്തിരിയും. നീതിമാനായ ദൈവമേ, എന്നെ രക്ഷിക്കണമേ, ഞാൻ അങ്ങേ നന്മയെ പ്രകീർത്തിക്കട്ടെ. എന്റെ അധരങ്ങൾ തുറക്കണമേ, അവ അങ്ങേ സ്തുതികൾ വിടട്ടെ. എന്നാൽ ബലി അങ്ങന്ന് ആഗ്രഹിക്കുന്നില്ല, കോമ്പലികൾ അങ്ങന്ന് സ്വീകരിക്കുകയുമില്ല. പശ്ചാത്തപിക്കുന്ന എന്റെ ഹൃദയം അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു. താർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. സിഹിയോനെ അനുഗ്രഹിക്കണമേ, ഓർസലത്തിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. നീതിയുടെ ദഹനബലികൾ അപ്പോൾ അങ്ങ് സ്വീകരിക്കും. അവർ അങ്ങയുടെ ബലിപീഠത്തിന്മേൽ ബലിമൃഗങ്ങളെ സമർപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞാൻ അങ്ങയെ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. പാപങ്ങളെല്ലാം ഓർത്തിരുന്നാൽ കർത്താവിയാർക്ക് രക്ഷയുണ്ടാകും. എന്തെന്നാൽ പാപങ്ങളുടെ മോചനം അങ്ങേ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. അവിടുന്ന് കരുണയുള്ളവനാണല്ലോ, പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. അവിടുന്ന് ഇസ്രായേലിനെ അവരുടെ പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നീതിമാനും നല്ലവനും കരുണാവാരിധിയുമായ കർത്താവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ അങ്ങയുടെ സ്നേഹമാധുര്യം വർഷിക്കണമേ. ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും സ്നേഹം നിറഞ്ഞ അങ്ങേ പരിപാലനയുടെ തണലിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. മരണത്തിൻ്റെയും ജീവന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാം എന്നേക്കും. പിതാവേ, തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുവാനാകട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും മാർ യൂസേപ്പിൻ്റെയും മാർ ഗീവർഗീസിൻ്റെയും പരിശുദ്ധ അൽഫോൻസാമിയുടെയും
മറ്റു സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് പാപപ്രതിയും നിത്യാനന്ദവും പ്രദാനം ചെയ്യണമേ. മരണത്തിൻ്റെയും ജീവന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ കർത്താവേ, അഭേദ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് ഈ ഇടവകയിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ വിശുദ്ധന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അവസാന ദിവസം മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധന്മാരോടുകൂടി അണിനിരക്കുവാനും അങ്ങയെ പാടി സ്തുതിച്ചുകൊണ്ട് നിത്യാനന്ദം അനുഭവിക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ തിരുക്രമങ്ങളിൽ സംബന്ധിച്ച എല്ലാവരെയും നല്ലവനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സെമിത്തേരിലെ പ്രാർത്ഥനകൾ സമാപിച്ചു. ഇവിടെ നമ്മൾ സ്നേഹവിരുന്ന് കഴിക്കാനായിട്ട്